എത്ര മാധുരമാവൻ നാമമേനിക്കു പാർത്താൻ. എത്ര മാധുരമാവൻ നാമമേനിക്കു പാർത്താൻ. ഓർത്തു വരും തോറുമൻ ആർത്തി മാഞ്ഞു പോകുന്നു. ഓർത്തു വരും തോറുമൻ ആർത്തി മാഞ്ഞു പോകുന്നു. യേശു എന്നാടിസ്ഥാനം ആശയാവനിലത്രേ. യേശു എന്നാടിസ്ഥാനം ആശയാവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. വൻപിച്ച ലോകത്തീരാ കമ്പം തീരുവോളവും. വൻപിച്ച ലോകത്തീരാ കമ്പം തീരുവോളവും. മുൻപും പിൻപുമായവൻ അൻപോടെന്നെ നടത്തും. മുൻപും പിൻപുമായവൻ അൻപോടെന്നെ നടത്തും. യേശു എന്നാടിസ്ഥാനം ആശയാവനിലത്രേ. യേശു എന്നാടിസ്ഥാനം ആശയാവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥനാധ്വനി ഫേസ്ബുക്ക് പേജിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹവന്ദനം, സന്ധ്യാവന്ദനവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവുമായി ഈ ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങളോട് സംസാരിക്കുവാൻ എനിക്ക് ആയുസ്സും ആരോഗ്യവും നൽകിയ സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും മാനവും അർപ്പിക്കുന്നു. വിവിധ ഇടങ്ങളിൽ നിന്ന് ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ ഈ പ്രാർത്ഥനയാൽ ലോകരാജ്യങ്ങളിൽ പലയിടങ്ങളിൽ ആയിരിക്കുന്ന ദൈവമക്കളെ, ജനങ്ങളെ കൈത്താങ്ങൽ നൽകുന്ന പ്രാർത്ഥനാധ്വനി പ്രവർത്തനങ്ങളുടെ എല്ലാ പ്രവർത്തകരെയും, അതിൻ്റെ മുന്നണി പിന്നണി പ്രവർത്തകരെ, അധ്വാനിക്കുന്നവരെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രവർത്തനങ്ങൾക്ക് വലിയ വിശാലത കർത്താവ് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഈ സന്ധ്യയിലെ ദൈവവചന ധ്യാനത്തിനായി ഒരു തിരുവചനം ദൈവസന്നിധിയിൽ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള ഭാഗങ്ങൾ. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി തൻ്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ചു. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. 27ഉം 28ഉം വാക്യങ്ങൾ ഒരിക്കൽ കൂടെ വായിക്കുകയാണ്. അവൾ അവനോട്, ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട്
പോയി തൻ്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ചു. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. നാം ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം പല നിലകളിലും വളരെ വേദനയും അസമാധാനങ്ങളും അസ്വസ്ഥതകളും നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. ലോക ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ അക്രമങ്ങളും അനീതികളും കുടുംബ തകർച്ചകളും മത്സരങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ലോക ചരിത്രത്തിൽ കരിനിഴൽ വീഴ്ത്തിയ നിരവധി യുദ്ധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. 1914 ജൂലൈ 28 ആരംഭിച്ച ഒന്നാം ലോക മഹായുദ്ധം 1918 നവംബർ മാസത്തിൽ അവസാനിപ്പാനിടയായി തീർന്നു. ഏകദേശം 9 ദശലക്ഷം ഭടന്മാരും 5 ദശലക്ഷത്തിലധികം സിവിലിയൻസും അവരെ ജീവൻ നഷ്ടമാക്കപ്പെട്ട ഒരു അതിദാരുണമായ യുദ്ധമായിരുന്നു അന്ന് സംഭവിക്കാനിടയായിരുന്നത്. അതിൻ്റെ പരിണത ഫലമായി ഉടലെടുത്ത ലീഗ് ഓഫ് നേഷൻസ് 2 പതിറ്റാണ്ട് പൂർത്തീകരിക്കുന്നതിന് മുന്നമേ അടുത്ത മറ്റൊരു ലോക മഹായുദ്ധം ആരംഭിക്കുവാൻ ഇടയായി തീർന്നു. നാം ഏവരും അറിയുന്നത് പോലെ 1939 സെപ്റ്റംബർ 1 മറ്റൊരു ലോകമഹായുദ്ധം, 2ാം ലോകമഹായുദ്ധം ആരംഭിക്കുവാൻ ഇടയായി. 1945 ഹിരോഷിമ, നാഗസാക്കി എന്നീ സ്ഥലങ്ങളിൽ ആറ്റം ബോംബ് വർഷിപ്പിച്ചു. അതിൻ്റെ ഫലമായി ആ യുദ്ധം അവസാനിപ്പാനിടയായി. കണക്കുകൾ അനുസരിച്ച് ഏകദേശം 85 ദശലക്ഷത്തിലധികം ആളുകൾ ആ യുദ്ധത്തിൻ്റെ ഫലമായി മരണപ്പെടാനിടയായി തീർന്നു. അനവധി ദശലക്ഷം ആളുകൾ ജോലി നഷ്ടപ്പെട്ടവരും ഈ യുദ്ധത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റായി ദാരിദ്ര്യ നിമിത്തവും രോഗനിമിത്തവും ഹോളോകോസ്റ്റ് പോലെയുള്ള ആ പീഡന മുറ നിമിത്തവുമായി ദശലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് നിന്ന് മാറ്റപ്പെടാനിടയായി. നാം അറിയുന്ന പോലെ അതിൻ്റെ പരിണത ഫലമായി മറ്റൊരു വേൾഡ് ഓർഗനൈസേഷൻ ഉടലെടുത്തു. വേൾഡ് യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയപ്പെടുന്ന ആ സംഘടന ഉടലെടുക്കുവാനിടയായി. കഴിഞ്ഞ ചില നാളുകളായി അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നന്നായി നടക്കുന്നു. എന്നാൽ 1945 ശേഷമുള്ള ചരിത്രം നാം പരിശോധിച്ചാൽ യുദ്ധങ്ങൾ ഇല്ലായ്മ ചെയ്യുക എന്ന സതുദ്ദേശത്തോടെയാണ് ഈ ഓർഗനൈസേഷൻ ഡെവലപ്പ് ആയതെങ്കിലും 1948, 1962, 70-കളിൽ, 80-കളിൽ, 90-കളിൽ എന്തിനേറെ ഈ നാം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിലും നിരവധി യുദ്ധങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അർത്ഥാൽ ഇത് നമ്മൾ വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യം എന്ത് എന്ന് ചോദിച്ചാൽ, ലോകത്തിൽ ഒരു സംഘടനയ്ക്കും ഒരു സമൂഹത്തിനും ഒരു വ്യക്തിക്കും ഒരു രാജ്യത്തിനും സുസ്ഥിരമായ ഒരു സമാധാനം, നിലനിൽക്കുന്ന ഒരു സമാധാനം, യുദ്ധമില്ലാത്ത ഒരവസ്ഥ സംജാതമാക്കുവാൻ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം നമ്മെ വിളിച്ചറിയിക്കുകയാണ്. നമുക്കറിഞ്ഞുകൂടാ അടുത്ത നാളുകളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. നാം എല്ലാം വല്ലാത്ത ഒരു പാൻഡമിക്കിന്റെ സിറ്റുവേഷനിലൂടെയാണ് കഴിഞ്ഞ ചില വർഷങ്ങളായി കടന്നു പോകുന്നത്. ഇതിൻ്റെ എല്ലാ നടുവിൽ ജീവനോടെ ശേഷിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് അവസരം നൽകി. ഈ പ്രത്യേക സന്ദർഭത്തിൽ എനിക്ക് ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്, മനുഷ്യ ഹൃദയത്തിൽ, നാം പാർക്കുന്ന രാജ്യത്ത്, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ സമാധാനവും സ്വസ്ഥതയും ജീവിതത്തിൽ പ്രത്യാശയും പ്രതീക്ഷയും നൽകുവാൻ കഴിയുന്ന ഏക വ്യക്തി യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ ധൈര്യത്തോടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിലും യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിലും ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇന്നും സമാധാനമില്ലാത്ത ഹൃദയങ്ങളിൽ സമാധാനം പകരുവാൻ, സ്വസ്ഥതയില്ലാത്ത ഇടങ്ങളിൽ സ്വസ്ഥത പകരുവാൻ, പ്രതീക്ഷയില്ലാത്ത ഇടങ്ങളിൽ പ്രതീക്ഷ നൽകുവാൻ ഈ കർത്താവിന് മാത്രമേ കഴിയൂ. അത്തരത്തിൽ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ അനുഭവമാണ് നാം ഈ സന്ധ്യയിൽ വായിപ്പാൻ ഇടയായി തീർന്നത്.
യെരുശലേമിന് അടുത്ത ഒരു പ്രദേശമായ ബെഥാനിയ എന്ന കൊച്ചു ഗ്രാമത്തിൽ വളരെ സന്തോഷത്തോടെ പാർത്തിരുന്ന മാർത്ത, മറിയ, ലാസർ, ആ സഹോദരങ്ങളുടെ കുടുംബത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഒരു രോഗവും ഒട്ടും താമസിയാതെ ആ കുടുംബത്തിൽ ഒരു മരണവും സംഭവിപ്പാൻ ഇടയായിത്തീർന്നു. യേശു അവരെ സ്നേഹിച്ചിരുന്നു, യേശുവിനെ അവരും സ്നേഹിച്ചിരുന്നു. നിരന്തരമായി സന്ദർശിക്കുന്ന ഒരു ഭവനം. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെയും പ്രതീക്ഷിച്ച സമയത്തുമല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ലാസറിന്റെ രോഗവിവരം അറിയിച്ച ആ സഹോദരങ്ങളോട് യേശു മറുപടിയായി പറഞ്ഞു, ഈ ദിനം മരണത്തിനല്ല, ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ടാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിക്കുന്നതെല്ലാം ദോഷത്തിനും നഷ്ടത്തിനും നാശത്തിനുമല്ല, ദൈവനാഥത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി അത് മാറും എന്നത് തിരിച്ചറിയുവാൻ കഴിയുന്നത് ഭാഗ്യകരമായ ഒരവസ്ഥയാണ്. കൂടുതൽ വിശദീകരണങ്ങൾ ആ ഭാഗത്ത് പറയുവാൻ താല്പര്യപ്പെടാതെ വായിച്ച വേദഭാഗത്തിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ദൈവമക്കളുമായി പങ്കിടുവാനായി ഈ സന്ധിയിൽ കർത്താവിൽ ശരണപ്പെടുകയാണ്. മാർത്ത എന്ന സഹോദരി യേശു കർത്താവിനെ പറ്റി പ്രസ്താവിക്കുന്ന, ധൈര്യത്തോടെ പറയുന്ന ഒരു പ്രസ്താവന നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അതിങ്ങനെയാണ്: ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി തന്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ചു. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി മാർത്ത തന്റെ സഹോദരിയായ മറിയോട് പറഞ്ഞതുപോലെ എന്നെ ശ്രവിക്കുന്ന എല്ലാ സഹോദരന്മാരോടും ഈ രാത്രികാലം എനിക്ക് ഓർപ്പിക്കാനുള്ളത്, മറിയെ, മാർത്തയെ യേശു വിളിച്ചതുപോലെ നമ്മെ ഓരോരുത്തരെയും യേശു വിളിക്കുകയാണ്, ഈ ഗുരു വിളിക്കുകയാണ്. ആരാണ് ഈ ഗുരു? ആരാണ് ഈ ഗുരു എന്ന് വളരെ കൃത്യമായി മാർത്ത തൻ്റെ ഏറ്റുപറച്ചിലിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ കാണുവാൻ കഴിയുന്നു. ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു ആണ് നീ. അപ്പോസ്തലന്മാർ, യേശുവിന്റെ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിൽ യേശു ലോകത്തിലെ ജനങ്ങൾ എന്നെ പറ്റി എന്ത് പറയുന്നു എന്ന ചോദ്യം അവരോട് ചോദിക്കാനിടയായി. പലർക്കും പല അഭിപ്രായമാണുള്ളത്. ചിലർ ഏലിയ പ്രവാചകൻ എന്ന് പറയുന്നു, ചിലർ യോഹന്നാൻ എന്ന് പറയുന്നു. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. ആ പ്രവാചകൻ, ഈ പ്രവാചകൻ എന്നൊക്കെ പറയുന്നു. യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ ആരെന്ന് പറയുന്നു? പത്രോസ് ഉടനടി മറുപടി പറഞ്ഞു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇന്ന് രാത്രി ഗുരു വന്നിട്ടുണ്ട് എന്ന വാർത്ത കേൾക്കുമ്പോൾ ആരാണ് ഈ ഗുരു എന്ന ചോദ്യത്തിന് ഏറ്റവും പരമപ്രധാനമായ ഉത്തരം ഈ വാക്യങ്ങളിൽ തന്നെ ലഭിക്കുന്നു. അവൻ ജീവനുള്ള, വരുവാനുള്ള ദൈവപുത്രനായ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു തന്നെ. ജീവിക്കുന്ന ദൈവമാണ് അവൻ. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു എന്ന് വളരെ വ്യക്തമായി അവിടെ പ്രതിപാദിച്ചിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പരിശോധിച്ചാൽ യേശു കർത്താവിന്റെ പഠിപ്പിക്കലുകളിൽ അതിപ്രധാനമായ പ്രസ്താവനകൾ നമുക്ക് ദർശിപ്പാൻ കഴിയും. തന്നെ പറ്റി പറയുന്ന നിരവധി പ്രസ്താവനകൾ നമുക്ക് ആ ഭാഗത്ത് കാണുവാൻ കഴിയും. ജീവന്റെ അപ്പമാകുന്നു ഞാൻ, ജീവന്റെ അപ്പമാകുന്നു ഞാൻ, ലോകത്തിന്റെ വെളിച്ചമാകുന്നു ഞാൻ, വാതിലാകുന്നു ഞാൻ, നല്ല ഇടയനാകുന്നു. അനേക ഇടയന്മാർ, അനേക നയിക്കുന്ന, ഭരിക്കുന്ന ആളുകൾ ജനത്തെ തിന്മയിലേക്കും നാശത്തിലേക്കും മരണത്തിലേക്കും നയിക്കുമ്പോൾ യേശു കർത്താവ് പറയുന്നത്, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയന്റെ പ്രത്യേകത, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. നാം ഈ വായിച്ച അധ്യായത്തിൽ യേശു മാർത്തയോടും മറിയോടും പറയുന്ന ഭാഗമുണ്ട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ദി ലൈഫ്. വീണ്ടും 14-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, യേശു വഴിയും സത്യവും
ജീവനുമാണ്. 15-ാം അധ്യായം ഇങ്ങനെ പറയുന്നു, സാക്ഷാൽ മുന്തിരിവള്ളിയാണ്, സത്യദൈവവും നിത്യജീവനുമാണ് യേശു കർത്താവ് എന്ന് 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ വാക്യം ഓർപ്പിച്ചുണർത്തുന്നു. ദൈവമക്കളെ, വേദപുസ്തകം പഠിപ്പിക്കുന്നു, പാപത്തിന് ശമ്പളം മരണമാണ്. മരണത്തിനും ശാപത്തിനും നിത്യമായ നാശത്തിനും വിധിക്കപ്പെട്ട, അതിന് ഓഹരിക്കാരാകാൻ സാധ്യതയുള്ള മാനവജാതിയെ അവരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാനായി സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു എന്ന ആ പ്രസ്താവന വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന, എന്നെ ശ്രവിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതയാത്രയിൽ നേരായി നയിക്കുവാൻ ഒരു വ്യക്തിത്വമില്ലാത്തവരായി, വഴി എന്തെന്നറിയാതെ, അടുത്ത ചുവട് എങ്ങനെ വെക്കണമെന്നറിയാതെ പതറുന്നവരോ പകയ്ക്കുന്നവരോ ഭാരപ്പെടുന്നവരോ ആണ് നിങ്ങളെങ്കിൽ, യേശുവിന്റെ അടുക്കിലേക്ക് വരുവാൻ യേശു വിളിക്കുകയാണ്. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും ഇന്ന് രാത്രികാലം നിത്യനായ ദൈവത്തിന്റെ ഏകപുത്രനായ ക്രിസ്തുയേശു തന്റെ അടുക്കലേക്ക് അവൻ പാപങ്ങളുടെ പരിഹാരത്തിനായി, നിത്യജീവനായി, സമാധാനവും സ്വസ്ഥതയുമുള്ള ജീവിതം നയിപ്പാനായി നിങ്ങളെ വിളിക്കുകയാണ്. അവൻ സത്യ വെളിച്ചമാണ്, അവൻ നിത്യജീവനാണ്, വഴിയും വാതിലുമാണ്, പുനരുത്ഥാനവും ജീവനുമാണ്, ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്ന നല്ല ഇടയനാണ് യേശു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിച്ചുണർത്തുന്നു. സഹോദരങ്ങളെ, ഈ യേശു വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ് യേശു വിളിക്കുന്നത്? ദൈവവചനം നാം പരിശോധിക്കുമ്പോൾ കടൽക്കരയിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ചില ആളുകളെ യേശു കാണാനിടയായി. അവരോട് ചെന്ന് പറയുന്നു, എന്നെ അനുഗമിക്കാം, എന്നെ അനുഗമിക്കാം. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയും. ആ വിളി കേട്ട ആ മനുഷ്യർ യേശുവിനെ അനുഗമിപ്പാനിടയായി തീർന്നു. ഇന്ന് രാത്രി യേശു വിളിക്കുന്നത് തന്നെ പിന്തുടരുവാൻ, തന്നെ അനുഗമിപ്പാൻ വേണ്ടിയാണ്. യേശു എന്തിനു വേണ്ടി വിളിക്കുന്നു എന്ന ചോദ്യത്തിന് ഇനിയും ആൻസർ ഉണ്ട്. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ അവിടെ നാം ഇങ്ങനെ കാണുന്നു, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇന്ന് രാത്രി കർത്താവ് എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. അവന്റെ അടുക്കൽ വരിക. എന്തിനു വേണ്ടിയാണ് അവൻ വിളിക്കുന്നത്? അധ്വാനിക്കുന്നവരാണോ? ഭാരം പേർന്നവരാണോ? നിങ്ങൾക്ക് താങ്ങുവാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളിലൂടെ, ബദ്ധപ്പാടുകളിലൂടെ കടന്നു പോകുന്നവരാണോ? യേശു വിളിക്കുന്നു. എന്തിനു വേണ്ടി വിളിക്കുന്നു? നിങ്ങൾക്ക് റെസ്റ്റ് നൽകുവാൻ, ആശ്വാസം നൽകുവാൻ, അവനോട് ചേർന്ന് പഠിക്കുവാനായി, സൗമ്യതയും താഴ്മയും പഠിക്കുവാനായി അവൻ വിളിക്കുകയാണ്. വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നു, വെളിച്ചത്തിൽ നടക്കാൻ, വാക്ക് ഇൻ ദ ലൈറ്റ്, വെളിച്ചത്തിൽ നടക്കുവാൻ. ഇരുൾ നിറഞ്ഞ, അന്ധകാരം നിറഞ്ഞ ലോകത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. അതിന്റെ നടുവിൽ വെളിച്ചത്തിൽ നടക്കുവാനായി യേശു കർത്താവ് നമ്മെ വിളിക്കുകയാണ്. നാം വായിച്ച ഈ ഭാഗത്ത് ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. യേശു മറിയെ വിളിക്കുന്നു. എന്തിനു വേണ്ടിയാണ് യേശു മറിയെ വിളിക്കുന്നത്? നമുക്കറിയാം. ആ കുടുംബം വലിയ പ്രതിസന്ധിയിലൂടെ, വലിയ തകർച്ചയിലൂടെ, വലിയ നഷ്ടത്തിലൂടെ, വലിയ കെടുതിയിലൂടെ കടന്നു പോവുകയാണ്. യേശു മറിയെയും മാർത്തയും ഇവിടെ വിളിക്കുന്നത് അവർക്ക് നഷ്ടമായ, അവർ അഭിമുഖീകരിക്കുന്ന ആ പ്രതിസന്ധിയിൽ, ആ പ്രതിസന്ധിക്ക് പരിഹാരം വരുത്തി അവരുടെ കുടുംബത്തിലെ, അവരുടെ ഭവനത്തിലെ കഴിഞ്ഞകാല അനുഭവങ്ങളിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരുവാനാണ് യേശു ഈ ഭവനത്തിൽ വന്ന് അവരെ വിളിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ പാർക്കുന്ന ഈ ഒരു കാലഘട്ടം വല്ലാത്ത കുടുംബ തകർച്ചകളും വല്ലാത്ത അതിക്രമങ്ങളും അക്രമങ്ങളും ഒക്കെ നടക്കുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എന്താണ് ഇതിന് കാരണം? മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപമാണ് ഇതിന്റെ കാരണം. ലക്ഷ്യമെന്നില്ലാതെ തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുന്ന, സ്വാർത്ഥതയനുസരിച്ച് പ്രവർത്തിക്കുന്ന നിരവധി ജനങ്ങൾ നിബിഡമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഒരു അന്ത്യ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ അടുത്ത സമയങ്ങളിലൊക്കെ നമ്മൾ കേട്ട വാർത്തകൾ, കണ്ട വാർത്തകൾ, അറിഞ്ഞ വാർത്തകൾ ഒന്നും തന്നെ അത്ര സന്തോഷകരമായ വാർത്തകളല്ല. സ്വന്തം മാതാപിതാക്കളെ നടുറോട്ടിലിട്ട് വെട്ടിക്കൊല്ലുന്ന, സ്വന്തം നൊന്തു പ്രസവിച്ച മാതാവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന, നൊന്തു പ്രസവിച്ച മക്കളെ അതിദാരുണമായി
തള്ളിക്കളയുന്ന മാതാപിതാക്കളും ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യർ സ്വസ്നേഹികളും സ്വാർത്ഥരും വമ്പ് പറയുന്നവരും മനുഷ്യത്വമില്ലാതെ പ്രവർത്തിക്കുന്നവരുമായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്നു. ഇവിടെ ഇതിന്റെ നടുവിൽ സമാധാനവും സ്വസ്ഥതയുമില്ലാതെ തകർന്ന കുടുംബങ്ങൾ, ജീവിതത്തിൽ അർത്ഥമെന്തെന്നറിയാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ യേശു കർത്താവ് വിളിക്കുകയാണ് തൻ്റെ അടുക്കിലേക്ക് വരുവാൻ. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങളെ ഈ കർത്താവിന്റെ ആഹ്വാനം, ഈ വിളിയിലേക്ക്, ഈ ഇൻവിറ്റേഷനിലേക്ക് നിങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. നിത്യജീവനും സത്യദൈവമായ അവന്റെ അടുക്കൽ വന്നിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുന്ന ആ കർത്താവിന്റെ അടുക്കിലേക്ക് വരുവാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ എല്ലാവരും ചിന്തിച്ചു അവരുടെ ജീവിതം അതോടെ വഴിമുട്ടിയെന്ന്. എന്നാൽ ആ വഴിമുട്ടിയെന്ന് ചിന്തിക്കുന്ന ആ ഭവനത്തിലേക്ക് യേശു വന്നതും യേശു അവരെ ക്ഷണിച്ച് തന്റെ അടുക്കിലേക്ക് ആനയിച്ചതും അവരുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവായി മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. ആ തകർന്ന കുടുംബത്തിന്റെ, ആ ദുഃഖോന്മുഖമായ ആ കുടുംബത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ യേശുവിന് കഴിഞ്ഞുവെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും മാനസികമായി തകർന്നവർ, കുടുംബത്തിൽ പരാജയങ്ങൾ അനുഭവിക്കുന്നവർ, പരീക്ഷയിൽ തോൽവി സംഭവിച്ചതിന്റെ പേരിൽ നമ്രസരസരായി ഇരിക്കുന്നവർ, ജോലിയിൽ സക്സസ് ആകാൻ കഴിയാതെ ബുദ്ധിമുട്ടോ പ്രയാസമോ അനുഭവിക്കുന്നവർ, സാമ്പത്തിക തകർച്ചയിലൂടെ പോകുന്നവർ, വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കാൻ കഴിയാതെ ബന്ധപ്പാട് സഹിക്കുന്നവർ, അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളെ ഓരോരുത്തരെയും യേശു ഇന്ന് രാത്രി വിളിക്കുകയാണ്. ലോകത്തിന് തരാൻ കഴിയാത്ത സമാധാനവും, ലോകത്തിന് തരാൻ കഴിയാത്ത സ്വസ്ഥതയും, ലോകത്തിന് തരാൻ കഴിയാത്ത നിത്യമായ രക്ഷയും നൽകുവാൻ കഴിയുന്ന ഏക നാമം, ഏക കർത്താവ്, ഏക ദൈവം യേശു ക്രിസ്തുവാണ്. ആ യേശുവിലേക്ക് നിങ്ങൾ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ യേശുവിനെ അനുഗമിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കുമ്പോൾ, യേശുവിനെ അനുഗമിക്കണമെങ്കിൽ നാം ഈ ലോകത്തിൽ പലതിനെയും ത്യജിപ്പാൻ ഇടയാകണം. സ്തോത്രം. യേശു കർത്താവ് തന്നെ അനുഗമിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്, ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ അനുഗമിച്ചവർക്ക് ഒരിക്കൽ ഒരു സംശയം തോന്നി, നിന്നെ അനുഗമിച്ചാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും? സകലവും വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്തു ലഭിക്കുമെന്ന് പത്രോസ് ഒരിക്കൽ ചോദിക്കാനിടയായി. യേശു അതിന് കൃത്യമായ മറുപടി കൊടുക്കുന്നത് നമുക്ക് മത്തായി സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയും. 28 മുതലുള്ള വാക്യങ്ങൾ. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അടുത്ത ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും. ഇന്ന് രാത്രി യേശുവിനെ അനുഗമിക്കുന്നത് നിത്യജീവനെ അവകാശമാക്കുവാൻ വേണ്ടിയാണ്. ഈ ലോകം തരാത്ത സമാധാനവും, ഈ ലോകം തരാത്ത സൗഖ്യവും, ഈ ലോകത്തിന് തരാൻ കഴിയാത്ത നിത്യജീവനെയും നൽകുവാൻ യേശുവിന്റെ അടുക്കലേക്ക് എന്നെ കേൾക്കുന്ന എല്ലാ അനുവാചകരെയും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് രാത്രി മാർത്തയെയും മറിയയും യേശു വിളിച്ചതുപോലെ, തകർന്ന ആ കുടുംബത്തിലേക്ക് യേശു വന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളിലേക്ക് ഇറങ്ങി വരുവാൻ യേശു താല്പര്യപ്പെടുകയാണ്. അവൻ നിങ്ങളെ അവന്റെ അടുക്കലേക്ക് വിളിക്കുന്നു. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവനെ അനുഗമിക്കുവാൻ, അവന്റെ വാക്കനുസരിക്കുവാൻ, അവന്റെ കൽപ്പന സ്വീകരിപ്പാൻ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ കർത്താവിൽ നിന്ന് ലഭിക്കുന്ന നിത്യമായ രക്ഷയ്ക്കും നിത്യമായ നിത്യജീവനും അവകാശികളായി തീരുവാൻ നിങ്ങൾ കർത്താവ് ഇടയാക്കട്ടെ എന്ന ആഹ്വാനത്തോടും പ്രാർത്ഥനയോടുകൂടെ ഈ വചന ശുശ്രൂഷ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, ലോകരാജ്യങ്ങളിൽ ആയിരിക്കുന്ന അനവധി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് ഈ പ്രാർത്ഥനാധ്വനി സമൂഹത്തിന്റെ ഏറ്റവും വലിയ കർത്തവ്യം, ഏറ്റവും വലിയ സദ്യുതമം. അതിനുവേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഇന്ന് രാത്രിയിൽ ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായി താല്പര്യപ്പെടുകയാണ്. കൃപാമോൾ എന്ന് പറയുന്ന ഒരു കൊച്ചു പൈതൽ സ്തോത്രം RCCയിൽ ട്രീറ്റ്മെന്റ് റേഡിയേഷൻ കഴിഞ്ഞ് ഇപ്പോൾ ഭവനത്തിലായിരിക്കുന്നു. വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ കുഞ്ഞിന്റെ സൗഖ്യത്തിനായും തുടർ
ചികിത്സയ്ക്ക് ആവശ്യമായ സാമ്പത്തിക വഴികൾക്കായും എന്നോടൊപ്പം ഈ കേൾക്കുന്ന എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ബിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ 14 വയസ്സ് മാത്രമുള്ള യദു കൃഷ്ണൻ എന്ന് പറയുന്ന കുഞ്ഞ് മോഗ് എന്ന് പറയുന്ന ഒരു വൈറസ് ബാധിതനായി സ്പൈനൽ കോഡിനെയൊക്കെ ബാധിച്ച് വല്ലാതെ കഷ്ടതയിലും വേദനയിലുമായിരിക്കുന്നു. ആ കുഞ്ഞിന്റെ സൗഖ്യത്തിനായി ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. CBSE ICSE ബോർഡ് എക്സാമുകൾക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന, എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഭകളിലെയും നമ്മുടെ പ്രിയപ്പെട്ടവരായ കുഞ്ഞുങ്ങളെയും നമ്മൾ അറിയുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് നമുക്ക് ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ ഇന്ന് രാത്രികാലം ദൈവത്തിൽ നമുക്ക് അടയ്ക്കാം. ഹല്ലേലൂയ. ഗുരു വന്നിട്ടുണ്ട്, അവൻ നിന്നെ വിളിക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നിരിക്കുന്ന വീഴ്ചകളെ, താഴ്ചകളെ, തകർച്ചകളെ പരിഹരിച്ച് പ്രത്യാശയും ധൈര്യവും ഉറപ്പും നിത്യജീവനും പ്രതീക്ഷയും നൽകുവാൻ കഴിവുള്ള ആ കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന് നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് ഓർപ്പിച്ചുണർത്താം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ധ്യാസമയം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് അടുത്തു വരുവാൻ അങ്ങ് നൽകിയ സാവകാശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യയിൽ വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങൾ ധ്യാനിച്ച വചനം കേട്ട എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. യേശുവിനെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിത്യജീവനായ സത്യദൈവമായ ഏക രക്ഷകനായ ഹല്ലേലൂയ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ആമേൻ സ്തോത്രം സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ആമേൻ അവർക്ക് ഭാഗ്യം കൊടുക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ അറിഞ്ഞ ശേഷവും പലവിധമായ പ്രതിസന്ധികൾ, രോഗങ്ങൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, വേദനകൾ, പ്രതിസന്ധികളിലൂടെ, കുടുംബ തകർച്ചയിലൂടെ, നാശനഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങി വന്ന് ആ കുടുംബങ്ങളിൽ ചില പണികൾ ചെയ്യേണ്ടതിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തകർന്ന കുടുംബങ്ങളെ പണിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകാലി സന്ധ്യാസമയം കൃപാമോൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവേ, ആ പൈതലിനെ അങ്ങ് സൗഖ്യമാക്കണമേ. അങ്ങയുടെ സൗഖ്യദായക ശക്തി ആ കുഞ്ഞിന്റെ മേൽ അങ്ങ് അയക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ട്രീറ്റ്മെന്റ് ചെയ്യുവാനായി സാമ്പത്തികമായി ആ കുടുംബം പ്രയാസപ്പെടുന്നല്ലോ. ദൈവം വഴി തുറക്കണമേ. വഴിയും വാതിലുമായവൻ, വഴിയും സത്യവുമായവൻ നിന്റെ മക്കൾക്ക് വേണ്ടി തുറക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവേ, യദുകൃഷ്ണന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കണമേ. ആ ഹല്ലേലൂയ, അവന്റെ വേദനകളിൽ നിന്ന്, അവന്റെ കർത്താവേ സ്പൈനൽ കോഡ് ബാധിച്ചിരിക്കുന്ന ആ ക്ഷതത്തിൽ നിന്ന് കർത്താവ് സൗഖ്യം നൽകേണ്ടതിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ CBSE ICSE ബോർഡ് എക്സാമുകൾ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദിവ്യമായ ജ്ഞാനം നൽകി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആദരിക്കണമേ. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന് ഞങ്ങളുടെ വചനങ്ങൾ വായിക്കുന്നത് പോലെ ദൈവത്തെ ഭയപ്പെടുക നിമിത്തവും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക നിമിത്തവും അവർക്ക് പ്രയാസമുള്ളതെല്ലാം കർത്താവേ ഹല്ലേലൂയ ജ്ഞാനത്താൽ നിറഞ്ഞ് പഠിക്കുവാൻ, ഗ്രഹിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ റിസൾട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഒരിക്കൽ കൂടെ ഇന്ന് സന്ധ്യയിൽ വചനം കേട്ട എല്ലാവർക്കായി ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങൾ പ്രാപിക്കേണ്ട സ്വസ്ഥതയും സമാധാനവും സൗഭാഗ്യങ്ങളും അനുഭവിപ്പാൻ എല്ലാവരെയും ഒരുക്കിയാട്ടെ. തിരുമേനി ഞങ്ങളുടെ പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. മുഴുവൻ മഹത്വവും മാനവും ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥനാധുനി സമൂഹത്തിനായി പ്രാർത്ഥിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രാർത്ഥനയിൽ കൈത്താങ്ങൽ നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും സർവശക്തൻ ധാരാളമായി അനുഗ്രഹിച്ചാട്ടെ, കൃപ കൊണ്ട് നിറച്ചാട്ടെ, മഹത്വവും മാനവും കർത്താവ് എടുത്താട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, ദയതോന്നി കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. സമാധാനമായിരിക്കും. കർത്താവിന്റെ കൃപയിൽ നിലനിൽക്കും.